ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാർത്തൂന് PSC എക്സാം ഉണ്ടായിരുന്നു, അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ടൈം കഴിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾ എക്സാമിൻ്റെ പ്ലാൻ, അതായത് അങ്ങ് ചെല്ലത്തില്ല, ടൈം കഴിയാതുകൊണ്ട് എക്സാം പ്ലാൻ മാറ്റി നേരെ കൊല്ലം പിടിക്കുകയാണ്. നമ്മളപ്പം അയത്തിൽ വഴി നേരെ കൊല്ലത്തോട്ടാണ്. കൊല്ലത്തോണ്ട് നമ്മൾ കൊല്ലം ബീച്ച് എത്തിയിട്ടുണ്ട്. കൊല്ലം ബീച്ചിൽ നല്ല വെയിൽ, അതുകൊണ്ട് ഞങ്ങൾ നല്ല കറങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് ഇങ്ങ് പോരുവാണ്. നേരെ നമ്മൾ തങ്കശ്ശേരിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല വെയിൽ, അവിടെയൊക്കെ ആളുണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്, വെയിലായാലും തണൽ നോക്കിയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ വഴി നേരെ തങ്കശ്ശേരിക്ക് പോകാമെന്ന് വിചാരിച്ചു. തങ്കശ്ശേരി നമ്മൾ വാടി കടപ്പുറം വഴിയാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ നമ്മൾ കൊല്ലം പോർട്ടുണ്ട്, പോർട്ട്, വാടി, കടപ്പുറം. നമ്മൾ കൊല്ലം ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ നമ്മളിനി കൊല്ലം പോർട്ടിലാണ് നല്ലത്. കൊല്ലം പോർട്ടാവാറായിട്ടുണ്ട്. നമ്മൾ കൊല്ലം തീരദേശ റോഡാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഇതാണ് കൊല്ലം പോർട്ട്. കപ്പലൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഒരു കപ്പൽ കിടപ്പുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വാടി കടപ്പുറത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ബോട്ടുകളും ഫൈബർ വള്ളങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെ മീനൊക്കെ വാങ്ങാൻ എല്ലാവരും വന്ന് വള്ളങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ബോട്ടും വള്ളമൊക്കെ. അപ്പം എല്ലാവരും മീൻ വാങ്ങാനൊക്കെ വന്ന് നിൽപ്പുണ്ട്. മീൻ ലേലമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ വെയിലായതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല. നേരെ ഇതാണ് വള്ളപ്പുര കേട്ടോ. നമ്മൾ തങ്കശ്ശേരി എത്താറായിട്ടുണ്ട്. ഇതാണ് വള്ളപ്പുര, അവരൊക്കെ വരുന്ന വണ്ടികൾ. നമ്മൾ തങ്കശ്ശേരി എത്തിയിട്ടുണ്ട്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നോക്കാം. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെയാണ് ചെയ്യുന്നത് കേട്ടോ. നേരെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ചെരുപ്പൊക്കെ വെളിയിലിടണം, എന്നിട്ട് നമ്മൾ അകത്തോട്ട് കയറി. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ലിഫ്റ്റിൽ കയറി. സ്റ്റെപ്പ് കയറി ചെല്ലുന്നിടത്ത് തന്നെയാണ് ലിഫ്റ്റ്. നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിൽ ഏറ്റവും ടോപ്പ് വരെ എത്താൻ പറ്റില്ല, കുറച്ച് താഴെ. നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കുന്ന വിൻഡോ ആണ് കേട്ടോ ഇത്. അടിപൊളി വ്യൂസാണ്. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി പോകണം. നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെന്നപ്പോൾ അടുത്ത വിൻഡോ വഴി നമുക്ക് വ്യൂസ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അടിപൊളി വ്യൂസാണ്. നല്ല ഉച്ച സമയമാണ് കേട്ടോ. കാർത്തു അതിനിടയിൽ കൂടെ ഒക്കെ കയറിയിരുന്ന് വിൻഡോ വഴിയെല്ലാം വ്യൂസ് നോക്കുകയാണ്. കടലിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കറങ്ങി ഇങ്ങ് മുകളിൽ വന്നപ്പോൾ അടിപൊളി വ്യൂസാണ്. ഇന്ന് ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ ഈ തണലുള്ള സ്ഥലത്തോട്ട് കുറച്ച് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി വ്യൂസാണ്. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ കടൽപ്പാലം പോലെ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അപ്പുറത്ത് വന്ന വഴി കൂടെ തന്നെ പോകണം. കാർത്തും നന്ദൂട്ടിയിൽ നിന്ന് ഇങ്ങനെ സൈഡ് പറ്റി നിൽക്കുക, തണലുള്ള സ്ഥലം നോക്കി. മുകളിലൊക്കെ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ അപ്പുറത്തൊക്കെ നിന്ന് വീഡിയോസ് എടുക്കും, ഫോട്ടോ എടുപ്പൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി തണലുള്ള സ്ഥലത്തോട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് കൊല്ലത്തിന് ഫുള്ള് കാണാം. അടിപൊളി വ്യൂ ആണ്. കൊല്ലത്തിൻ്റെ നല്ല അടിപൊളി വ്യൂസാണ്. നമുക്ക് കറങ്ങി നോക്കുമ്പോൾ നല്ല അറിയാം. കടലിൽ തന്നെ കണ്ടത് അടിപൊളിയായിട്ട്. വൈകുന്നേരം ടൈമാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു 5 മണി ടൈമിൽ ഇതിൽ കയറാമെങ്കിൽ അടിപൊളി വ്യൂസായിരിക്കും. ഇവിടെ നമുക്ക് അസ്തമയമൊക്കെ കാണാൻ പോലെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് കറങ്ങി കൊല്ലത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ കൊല്ലത്തിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. അടിപൊളി വ്യൂ ആണ് കേട്ടോ. വൈകുന്നേരമൊക്കെ അടിപൊളിയായിരിക്കും. വരുന്നവരെല്ലാം വൈകുന്നേരം വരാൻ നോക്കിയാൽ മതി, അപ്പോൾ അടിപൊളിയായിരിക്കും. നമ്മുടെ കാണുന്നതുകൊണ്ട് താഴെ കിടപ്പുണ്ട്. നമ്മൾ നേരെ ഇറങ്ങി തൊട്ട് താഴെ ഒരു പാർക്കുണ്ട്. അതുകൊണ്ട് ചിൽഡ്രൻസ് പാർക്ക്. കാർത്തു കയറിയുന്ന കൊച്ചുങ്ങളുടെ ഊഞ്ഞാലിൽ ആടുകയാണ്. അപ്പോൾ അടിപൊളി നമ്മളിവിടെ നിന്നുകൊണ്ട് നന്ദൂട്ടി നിരങ്ങി കളിക്കുക കേട്ടോ.
നമ്മുടെ വിളക്ക് എന്താണ്ട് ലൈറ്റ് ഹൗസിൻ്റെ പൊക്കം കണ്ട നമ്മൾ ആ മുകളിലത്തെ 2 വിൻഡോ വഴിയാണ് നമ്മൾ താഴോട്ട് നോക്കിയത്. നമ്മൾ ഇവിടുന്ന് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് കയറിയത് കേട്ടോ. ഫുഡ് കഴിക്കാൻ നമ്മൾ നേരെ സലീം ഹോട്ടലിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ അവിടുന്ന് ബിരിയാണിയൊക്കെ നന്ദൂറ്റി ബിരിയാണിയൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു, നല്ല ചൂടുള്ള ബിരിയാണിയായിരുന്നു. ഈ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്കിനി അടുത്ത കാറ് ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ കാറ് ചെറുതായിട്ടൊന്ന് സർവീസ് ചെയ്യാൻ വർക്ക്ഷോപ്പിൽ പോകണം. അപ്പോൾ നമ്മൾ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് തീരാറായിട്ടുണ്ട്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അപ്പം ഇനി ഫുഡ് കഴിച്ച് നേരെ നമ്മൾ കാറിൻ്റെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പം ഇനി കാറ് ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യണം, കുറച്ച് ചെറിയ പണികളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കാറിൻ്റെ വർക്ക്ഷോപ്പിലോട്ടാണ്. അപ്പോൾ നമ്മൾ കാറിൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി താണ്ട് മുകളിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്, ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വണ്ടി മുകളിൽ പൊക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഓയിൽ ചേഞ്ചിങ് ആണ്. ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞു നമ്മൾ വണ്ടി താഴെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. സർവീസൊക്കെ കഴിഞ്ഞു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.